ഇത്തവണയും മുൻപത്തെ പോലെ തന്നെ എല്ലാ ഡിഷുകളുടെയും പേര് വായിച്ച് അതിനു നേർക്കുള്ള വിലയൊക്കെ നോക്കി അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ശ്രീനന്ദ ഇപ്പോഴും. തനിക്കെന്താ കഴിക്കാൻ വേണ്ടത്? അഥർവിന്റെ സ്വരം. എനിക്കൊരു ജ്യൂസ് മാത്രം മതി. സത്യം പറഞ്ഞാൽ അവൾക്ക് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അവൾക്ക് ജ്യൂസ് മതിയെന്ന് പറഞ്ഞതുകൊണ്ട് അഥർവ് ജ്യൂസ് മാത്രം ഓർഡർ ചെയ്തു. തനിക്കെന്തെങ്കിലും കഴിക്കാൻ വേണോ? കട്ട്ലറ്റോ അങ്ങനെ എന്തെങ്കിലും? എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്ക്. ഇനിയിപ്പോൾ വീട് വരെ എത്തണ്ടേ? അഥർവത് പറഞ്ഞപ്പോൾ അവനെ നോക്കി തലകുലുക്കി അവൾ. പെട്ടെന്ന് തന്നെ അവൾക്ക് മുൻപിലേക്ക് ഒരു പ്ലേറ്റിൽ 2 കട്ട്ലറ്റും എത്തി. ഒരെണ്ണം അഥർവിന് നേർക്ക് നീക്കി വെച്ചു കൊടുത്തു. ജ്യൂസ് വലിച്ചു കുടിക്കുകയാണ് ശ്രീനന്ദ. അവളുടെ ഓരോ പ്രവൃത്തികൾ അവനിൽ എന്തെന്നില്ലാത്ത സന്തോഷവും പുഞ്ചിരിയും നിറച്ചുകൊണ്ടേയിരുന്നു. കഴിച്ചെഴുന്നേറ്റ് പോകാനേ ഇറങ്ങുമ്പോഴാണ് അഥർവ് കാണുന്നത് ശ്രീനന്ദയുടെ ചുണ്ടിന്റെ കോണിൽ പറ്റിയിരിക്കുന്ന സോസിന്റെ അംശം. മറ്റൊന്നും ചിന്തിക്കാതെ തന്റെ പെരുവിരൽ ഉയർത്തി അത് തുടച്ചു മാറ്റുമ്പോഴേക്കും ഇരുവരും ഒരുപോലെ ഞെട്ടിയിരുന്നു. എന്തോ ഒന്നും ആലോചിക്കാതെ അവൻ ചെയ്തുപോയ പ്രവൃത്തിയായിരുന്നു അത്. പക്ഷെ ശ്രീനന്ദയുടെ ആ നോട്ടം അഥർവ് കണ്ണുകൾ ഇറുക്കി അടച്ചു. വാ. അല്പം ഗൗരവത്തോടെ അവളുടെ കയ്യിൽ പിടിച്ചു. മറ്റൊന്നും ചിന്തിക്കാൻ അവൾ കിടന്നൽക്കും മുമ്പ് തന്നെ അവരിരുവരും എസ്കലേറ്റർ വഴി താഴേക്ക് ഇറങ്ങിയിരുന്നു. തിരികെ വീട്ടിലേക്കുള്ള ഡ്രൈവിങ്ങിനിടയിലും അഥർവ് ചിന്തിച്ചത് ശ്രീനന്ദയെക്കുറിച്ചായിരുന്നു. അവളാണെങ്കിൽ ഇനി ഒരിക്കൽ കൂടി അഥർവിന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാത്തത്ര ചുവന്നു പോയിരുന്നു. സീറ്റിൽ ചാരിയിരുന്ന് സൈഡിലെ ഗ്ലാസിൽ കൂടി പുറം കാഴ്ചകളിലേക്ക് കണ്ണു നട്ടിരിക്കുകയാണ് നന്ദ. എന്തുകൊണ്ടാണ് ഈ കൊച്ചു പെണ്ണിനോട് തനിക്ക് ഇത്രയും ഇഷ്ടം തോന്നുന്നത് എന്ന ചിന്തയിലായിരുന്നു അഥർവ് അപ്പോൾ. അവളോട് പ്രണയത്തേക്കാൾ ഉപരി തനിക്ക് മറ്റെന്തോ ഒരു ഫീലിംഗ് ആണ്. അതായത് ആർക്കും വിട്ടുകൊടുക്കാതെ തൻ്റെ ചിറകിനിടയിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് എല്ലാ സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും നൽകി അവളെ എപ്പോഴും സന്തോഷിപ്പിക്കണം എന്നൊരു തോന്നൽ. അവരുടെ കാറ് ഗേറ്റ് കടന്നകത്തേക്ക് കയറുമ്പോഴേ കണ്ടു ഗാർഡനിലിരിക്കുന്ന ഇന്ദിരയെയും മാധവനെയും ആര്യനെയും. കാർ നിർത്തിയതും ശ്രീനന്ദ കയ്യിലിരുന്ന ഫോണിന്റെ കിറ്റുമായി അവർക്കടുത്തേക്ക് നടന്നപ്പോൾ അഥർവ് പിൻസീറ്റിലിരുന്ന അവളുടെ ബാഗും കയ്യിലെടുത്തുകൊണ്ട് അവൾക്ക് പിന്നാലെ അവർക്കടുത്തേക്ക് നടന്നു. ഒരു വേള ഇന്ദിരയും മാധവനും അവർ രണ്ടുപേരും മാറി മാറി നോക്കി. പിന്നെ പതിയെ അവരുടെ അധരങ്ങളിൽ ഒരു ചിരി വിടർന്നു. എന്തായാലും തന്റെ സെലക്ഷൻ തെറ്റിയില്ല. മാധവൻ രഹസ്യം പോലെ ഇന്ദിരയുടെ ചെവിയിൽ പറഞ്ഞതും അവരുടെ ചിരിയുടെ തിളക്കം വീണ്ടും കൂടി. ശ്രീനന്ദയുടെ പുഞ്ചിരിയിലേക്ക് നോക്കി നിന്ന മാധവനും ഇന്ദിരയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. അമ്മേ. ഇന്ദിരയെ വിളിച്ചുകൊണ്ടാണ് ശ്രീനന്ദ അവർക്കടുത്തേക്ക് നടന്നെത്തിയത്. രണ്ടാളും കൂടെ എവിടെ പോയതാ? ഇന്ദിര അത് ചോദിച്ചപ്പോഴാണ് ശ്രീനന്ദ പെട്ടെന്ന് തനിക്ക് പിറകിൽ അഥർവുണ്ടെന്നറിഞ്ഞ് അവനെ തിരിഞ്ഞു നോക്കിയത്. അതേ സമയം തന്നെയാണ് അവൾ കണ്ടത് തന്റെ ബാഗും പിടിച്ചുകൊണ്ടുവരുന്ന അഥർവിനെ. പെട്ടെന്നൊരു ജാള്യതയോടെ അവൾ ഓടിച്ചെന്നുകൊണ്ട് അവന്റെ കയ്യിൽ നിന്ന് ആ ബാഗ് വാങ്ങി. അത് കാണെ വീണ്ടും മാധവനും ഇന്ദിരയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. അമ്മേ, പുതിയ ഫോൺ വാങ്ങി. അത് പറഞ്ഞുകൊണ്ട് ശ്രീനന്ദ കയ്യിലിരുന്ന കവർ നേരെ ഇന്ദിരയ്ക്ക് കൊടുത്തു. തുറന്നു നോക്കമ്മേ, അവൾ ആവേശത്തോടെ പറഞ്ഞു. ഇന്ദിരയും മാധവനും കവർ തുറന്നു നോക്കി. രണ്ടുപേരുടെയും മുഖത്ത് ഒരു പുഞ്ചിരി. ശേഷം അവരുടെ ദൃഷ്ടികൾ നേരെ പാഞ്ഞതും അഥർവിന്റെ മുഖത്തേക്കാണ്. അവിടെ ഇപ്പോഴും സ്ഥായി ഭാവമാണ്. ദേഷ്യവുമില്ല, എന്നാൽ സ്നേഹവുമില്ല. പ്രത്യേകിച്ച് വിവേചിച്ചറിയാൻ കഴിയാത്ത ഒരു ഭാവം. ഇഷ്ടപ്പെട്ടോ മോൾക്ക് ഈ ഫോണ്? ഇന്ദിര ചോദിച്ചതും ശ്രീനന്ദ ചിരിയോടെ തലകുലുക്കി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് ഈ ഫോൺ ഉപയോഗിക്കാൻ അറിയില്ല. ചെറു ചമ്മലോടെ അത് പറയുന്നവളെ ഇന്ദിര നോക്കി നിന്നു. അതിനിപ്പോ എന്താ? ഇതാ ഇങ്ങനെ കയ്യിലേക്ക് എടുക്കുക, ഓണാക്കുക, പിന്നെയൊക്കെ അങ്ങ് പഠിച്ചോളും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അഥർവിനോട് ചോദിച്ചാ പോരെ. അവനും ഉപയോഗിക്കുന്നത് ഇതേ ഫോൺ തന്നെയല്ലേ, അല്ലേടാ? പെട്ടെന്ന് ഇന്ദിര അങ്ങനെ ചോദിച്ചപ്പോ ശ്രീനന്ദയുടെ നോട്ടവും അവനിലേക്ക് നീണ്ടു. അവളുടെ മുഖത്തൊരു ചോദ്യഭാവമാണ്. താൻ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാൽ അഥർവ് പറഞ്ഞു തരുമോ ഇല്ലയോ എന്നൊരു ഭാവം. ഒപ്പം ഇത്രയും വില കൂടിയ ഫോൺ തന്നെ ആളും ഉപയോഗിക്കുന്നെങ്കിൽ അത് തന്നെയാണല്ലോ തനിക്കും വാങ്ങി തന്നത് എന്നും അവൾ ചിന്തിച്ചു. അഥർവ് ഒന്ന് അമർത്തി മൂളിയതും ശ്രീനന്ദയ്ക്ക് ഒരു ആശ്വാസം തോന്നി. എന്തായാലും ഇപ്പോൾ
നേരം വൈകി. വേഗം വാ, ഇനിയിപ്പോ ചായ കുടിച്ചിട്ടാവാം സംസാരമൊക്കെ. കോളേജ് വിട്ടു വന്ന വഴിയല്ലേ. ഇന്ദിര അതും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറാനാഞ്ഞതും പെട്ടെന്ന് ശ്രീനന്ദ് അവരുടെ കയ്യിൽ പിടിച്ചു. ഞങ്ങൾ ജ്യൂസ് കുടിച്ചിട്ടാ വന്നത്. അത് പറയുമ്പോൾ എന്തുകൊണ്ടോ അവളുടെ മുഖത്തൊരു നാണം മുട്ടിട്ടു. അറിയാതെ ആ മുഖം കുനിഞ്ഞു. ഇന്ദിര അത് കൃത്യമായി ശ്രദ്ധിക്കുകയും ചെയ്തു. എന്നാൽ ആദ്യം തന്നെ അകത്തേക്ക് കയറിപ്പോയ അഥർവ് ഇതൊന്നും കേട്ടിരുന്നില്ല. അതിനിപ്പോ എന്താ, അതൊക്കെ നല്ല കാര്യമല്ലേ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ രണ്ടുപേരും കൂടി പുറത്തു പോണം. പരസ്പരം മനസ്സിലാക്കാനുള്ള സമയങ്ങളാണിതൊക്കെ. അതൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തണം കേട്ടോ. നാണത്താൽ കുനിഞ്ഞുപോയ ശ്രീനന്ദയുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് ഇന്ദിര പറഞ്ഞപ്പോഴും അവൾ അവരെ നോക്കി തലയാട്ടി. എങ്കിൽ പിന്നെ മോള് വേഗം ചെന്ന് ഫ്രഷായി വാ. ഇന്ദിര പറഞ്ഞതും ശ്രീനന്ദ തലകുലുക്കിക്കൊണ്ട് അകത്തേക്ക് നടന്നു. അതേസമയം സജീവിന്റെ വീട്ടിൽ ഇനിയും കഴുകിത്തീരാത്ത പാത്രങ്ങളോട് മല്ലിട്ടുകൊണ്ട് നിൽക്കുകയാണ് സിന്ധു. രാവിലെ മുതലുള്ള പാത്രങ്ങളുണ്ട് അടുക്കള സിങ്കിൽ. അവർക്ക് അടുക്കള ജോലികൾ ചെയ്യുന്നതിനോടൊന്നും തീരെ താല്പര്യമില്ല. മറ്റൊന്നും കൊണ്ടല്ല, മുൻപ് ശ്രീനന്ദ ഉണ്ടായിരുന്നപ്പോൾ അവളാണ് സ്ഥിരമായി ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ജോലി ചെയ്യാതിരുന്ന് ആഹാരം കഴിച്ച് ശീലമായി പോയി. അന്നൊന്നും ഒന്നിനെപ്പറ്റിയും ചിന്തിക്കേണ്ടി വന്നിരുന്നില്ല. എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ശ്രീനന്ദ ചെയ്തോളും. എന്തിനേറെ പറയുന്നു, മാസാവസാനം അടുക്കളയിലേക്ക് വാങ്ങാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് പോലും അവളാണ് എഴുതിക്കൊണ്ടിരുന്നത്. ലിസ്റ്റ് എഴുതി സജീവന്റെ കയ്യിൽ കൊടുത്തു വിടും. അയാൾ കടപൂട്ടി വരും വഴി സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നെത്തിക്കും. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അറിഞ്ഞിരിക്കണം. സത്യം പറഞ്ഞാല് ശ്രീനന്ദ പോയ ശേഷം ഏകദേശം ഒരാഴ്ചയോളം എടുത്തു ഏതൊക്കെ സാധനങ്ങൾ എവിടെയൊക്കെയാണ് ഇരിക്കുന്നതെന്ന് സിന്ധുവിനൊന്ന് മനസ്സിലാക്കി വരാൻ. ഇപ്പോഴും അവർക്കതെല്ലാം ഒരു തപ്പലാണ്. ചുരുക്കം പറഞ്ഞാൽ ശ്രീനന്ദ വിവാഹം കഴിഞ്ഞു പോയതിനു ശേഷം പണിയെടുത്ത് നടു ഒടിഞ്ഞു സിന്ധുവിന്റെ. 2 പെൺമക്കൾ ഉള്ളതാണെങ്കിൽ ഒരു കൈ സഹായത്തിന് അടുക്കളയിലേക്കൊന്ന് എത്തി നോക്കുക പോലും ചെയ്യില്ല. എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ടാണ് സിന്ധു പാത്രം കഴുകുന്നത്. അതേ സമയം തന്നെയാണ് സാക്ഷി അടുക്കളയിലേക്ക് വന്നത്. സ്കൂൾ വിട്ടു വന്ന വഴിയാണവൾ. ഇന്നെന്തമ്മേ 4 മണിക്ക് കഴിക്കാന്? അതും ചോദിച്ചുകൊണ്ടാണ് അവൾ അടുക്കളയിലേക്ക് വരുന്നത്. ഞാനേ ഒരു വലിയ ഒലക്ക പുഴുങ്ങി വെച്ചിട്ടുണ്ട് അവിടെ, പോയി എടുത്ത് തിന്ന്. സിന്ധു ഉള്ളിൽ തികട്ടി വന്ന ദേഷ്യം മുഴുവൻ അവളുടെ മേൽ ചൊരിഞ്ഞോ. അതിന് എന്നോടമ്മ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ആ നാശം പിടിച്ച പെണ്ണുണ്ടായിരുന്നപ്പോ വൈകുന്നേരമൊക്കെ എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കി തരുമായിരുന്നു. ഇതിപ്പോ അവൾ പോയത് പിന്നെ വായ്ക്ക് രുചിയായിട്ട് ആഹാരം കഴിച്ചിട്ടില്ല, അറിയാമോ? പെട്ടെന്ന് സാക്ഷി അത് പറഞ്ഞതും സിന്ധുവിന് എങ്ങു നിന്നൊക്കെയോ ദേഷ്യം ഉരിച്ചെത്തി. കഴുകിക്കൊണ്ടിരുന്ന സ്റ്റീൽ ഗ്ലാസ് ദേഷ്യത്തോടെ തറയിലേക്ക് എറിഞ്ഞുകൊണ്ട് അവർ സാക്ഷിക്ക് അടുത്തേക്ക് ചെന്നു. കൈകൾ രണ്ടും അവളുടെ ഇരു ചുമലിലും പിടിച്ച് അവളെ ശക്തിയായി കുലുക്കിക്കൊണ്ടാണ് ചോദിക്കുന്നത്. എങ്കിൽ പിന്നെ നീ നിന്റെ തന്തയോട് പോയി പറയടി, എന്നെ അടിച്ചിറക്കിയിട്ട് അവളെ കൊണ്ടുവന്ന് ഇവിടെ കെട്ടിലമ്മയായി വാഴിക്കാൻ. പെട്ടെന്നുള്ള സിന്ധുവിന്റെ ആ ഭാവമാറ്റവും അത്തരത്തിലുള്ള സംസാരവും സാക്ഷിയൊന്നും ഭയന്നുപോയി. ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാതെ സിന്ധുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ് സാക്ഷി. പിന്നെ അമ്മയ്ക്കല്ലായിരുന്നോ അവളെ ഇവിടുന്ന് പറഞ്ഞുവിടാൻ നിർബന്ധം? നാട്ടുകാർ അത് പറഞ്ഞ് ഇത് പറഞ്ഞ് അവളുടെ മനസ്സ് മടുപ്പിച്ച് പറഞ്ഞു വിട്ടതല്ലേ അമ്മ. സത്യം പറഞ്ഞാൽ എല്ലാം അമ്മ തന്നെ ഉണ്ടാക്കിയ ഒരു കള്ളക്കഥകളല്ലേ. നാട്ടുകാരും അവളെപ്പറ്റി ഇതുവരെ ഒരു മോശവും പറഞ്ഞിട്ടില്ല. കുറച്ചൊക്കെ കാര്യങ്ങൾ ഞങ്ങൾക്കും അറിയാവുന്നതാണ്. അവളെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി അമ്മയൊന്ന് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ അവൾ മറ്റൊരു വിവാഹം കഴിച്ച് വേറെവിടേക്കോ പോയത്. അല്ലായിരുന്നെങ്കിൽ അവളിപ്പോ നമ്മുടെ കാൽ കീഴിൽ ഈ വീട്ടിൽ കിടക്കേണ്ടവളായിരുന്നു. എല്ലാം നശിപ്പിച്ചിട്ടിപ്പോ ഞങ്ങളോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. സാക്ഷി സിന്ധു ദേഷ്യപ്പെട്ടതിന്റെ ഇരട്ടി ശബ്ദത്തിൽ തിരിച്ചു പറഞ്ഞപ്പോ അവർ മറുപടിയില്ലാതെ മകളെ നോക്കി നിന്നു. സത്യമാണ്, ശ്രീനന്ദയെക്കൊണ്ട് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവളുടെ കാര്യത്തിൽ അവർക്കൊരു ഭയമായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, പെൺകുട്ടിയാണ്. നാളെ ഒരു കാലത്ത് വിവാഹപ്രായം എത്തിക്കഴിയുമ്പോൾ വിവാഹം കഴിപ്പിച്ചയക്കണം. അതിനുവേണ്ടി ചിലവാക്കേണ്ടി വരുന്ന പണം മാത്രമല്ല, സജീവന്റെ സ്വന്തം പെങ്ങളുടെ മകളാണ്. അവൾക്ക് വേണ്ടി ഒരു ഓഹരി കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള നാനാവിധ ചിന്തകളാണ് സിന്ധുവിനെ കൊണ്ട് എത്രയും പെട്ടെന്ന് ശ്രീനന്ദയെ എങ്ങനെയെങ്കിലും ആരുടെയും തലയിൽ കെട്ടിവെക്കണമെന്ന കടുത്ത തീരുമാനത്തിലെത്തിച്ചത്. എന്നാൽ ഇപ്പോൾ അത് തനിക്ക് തന്നെ വിനയായി മാറിയ അവസ്ഥയാണ് സിന്ധു ഒരു നെടുവീർപ്പോടെ ഓർത്തു. പിന്നെ ഒരു കാര്യം
അമ്മാമ്മയുടെ മൂത്ത മകളെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ചേച്ചിയെക്കുറിച്ച് ദിവസമായിട്ട് എന്തൊക്കെയോ ചുറ്റിക്കളികളുണ്ട്. സാക്ഷി എങ്ങും തൊടാതെ പറഞ്ഞപ്പോ സിന്ധു ഒരു പകപ്പോടെ അവളെ നോക്കി. എന്താ എന്താ നീ പറഞ്ഞേ? അസത്തെ സ്വന്തം ചേച്ചിയെ പറ്റിയാണ് തോന്നിവാസം പറയുന്നത്. അതറിയാമോ നിനക്ക്? സിന്ധു കൈ ഉയർത്തി സാക്ഷിയുടെ കൈത്തൊടയിൽ ആഞ്ഞടിച്ചു. നോക്ക്, അമ്മേനോട് ദേഷ്യം കാണിച്ചിട്ട് കാര്യമില്ല. നാളെ ഒരു സമയത്ത് ചേച്ചിയെ ഓർത്ത് അമ്മ കരയാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോ പറഞ്ഞത്. സാക്ഷി അതും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയിട്ടും സിന്ധു അവൾ പറഞ്ഞ വാക്കുകളിൽ തട്ടിത്തടഞ്ഞ് അനങ്ങാൻ പോലും കഴിയാതെ നിശ്ചലയായി നിൽക്കുകയാണ്. പലപ്പോഴും സിന്ധുവിന് തോന്നിയിട്ടുള്ളതാണ് സംഗീതയ്ക്ക് എന്തൊക്കെയോ ചുറ്റിക്കളികളുണ്ടെന്ന്. തലയ്ക്ക് കൈകൊടുത്ത് ആലോചനയോടെ നിന്ന് സിന്ധു. അപ്പോഴും അവർ കരുതിയില്ല, 5-ാം വയസ്സ് തൊട്ട് 19-ാം വയസ്സുവരെ കണ്ണീര് കുടിപ്പിച്ച ഒരു സാധു പെണ്ണിന്റെ കണ്ണുനീര് ഈർച്ചവാൾ പോലെ അവർക്ക് അവരുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങിയാടുന്നുണ്ടെന്ന യാഥാർത്ഥ്യം. ശ്രീനന്ദ ഫ്രഷ് ആവാനായി മുകളിലേക്ക് കയറിയതാണ്. പക്ഷെ ഏറെ നേരം അവൾ എന്തൊക്കെയോ ചിന്തകളെ മുഴുകി അങ്ങനെ തന്നെ ഇരുന്നു. കഴിഞ്ഞുപോയ നിമിഷങ്ങളിൽ സംഭവിച്ച കാര്യങ്ങൾ ഓർക്കെ അവളുടെ അധരങ്ങളിൽ അവൾ പോലും അറിയാതെ ഒരു പുഞ്ചിരി വിരുന്നെത്തി. മാളിൽ വെച്ച് അതർവ് കയ്യിൽ പിടിച്ചത്, പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് തോളിൽ പിടിച്ച് ചേർത്ത് നിർത്തിയത്, എസ്കലേറ്ററിൽ നിന്ന് വീഴാൻ തുടങ്ങിയ നേരം വാരിയെടുത്ത് അവന്റെ ഉടലോട് ചേർത്ത് വെച്ചത്, ഏറ്റവും ഒടുവിൽ ചുണ്ടിന്റെ കോണിൽ പറ്റിപ്പിടിച്ച സോസിന്റെ അവശേഷിപ്പ് പെരുവിരൽ തുമ്പാൽ തുടച്ചു മാറ്റിയത്, അതർവിന്റെ പെരുവിരൽ തുമ്പ് പതിഞ്ഞ ചുണ്ടിന്റെ കോണിലേക്ക് അറിയാതെ ശ്രീനന്ദയുടെ കൈകൾ ചലിച്ചു. എന്തോ വിരൽ ആ സമയോട് സ്പർശിച്ചതും ശ്രീനന്ദയ്ക്ക് തന്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞു പോകും പോലെ തോന്നി. വല്ലാത്തൊരു ഉൾക്കിടലത്തോടെ നെഞ്ചിലേക്ക് കൈ ചേർത്ത് വെച്ചുകൊണ്ട് അവൾ ബാത്റൂമിന്റെ ചുവരിൽ ചാരി നിന്നു. അപ്പോഴാണ് അവൾ മനസ്സിലാക്കുന്നത്, നേരമേറെ കഴിഞ്ഞിട്ടും താൻ വസ്ത്രം പോലും മാറ്റാതെ അതർവിന്റെ ഓർമ്മകളിൽ മുഴുകി നിൽക്കുകയാണെന്ന്. ഒരു പിടപ്പോടെ പെട്ടെന്ന് എന്തൊക്കെയോ ചെയ്തെന്ന് വരുത്തിക്കൂട്ടി ഒരുവിധം അവൾ കുളിച്ചിറങ്ങി. പുറത്തിറങ്ങി സമയം നോക്കുമ്പോൾ 7 മണി. ഈശ്വര, ഇന്ന് വിളക്ക് വയ്ക്കാം, താഴേക്ക് പോകാൻ പോലും താൻ മറന്നല്ലോ. ശ്രീനന്ദ ആകുലതയോടെ ഓർത്തു. അതേ വെപ്രാളത്തോടെ തന്നെയാണ് അവൾ ധൃതി താഴേക്ക് ഓടിയത്. പക്ഷേ ലിവിംഗ് റൂമിലേക്ക് ചെല്ലുമ്പോൾ കണ്ടത് ആര്യനും ഒപ്പം അവിടെ ഇരുന്ന് TV കാണുന്ന അതർവിനെയാണ്. ശ്രീനന്ദയുടെ മിഴികൾ ഒരു വേള തുളസിത്തറയിലേക്ക് പാഞ്ഞു. അവിടെ ആരോ ദീപം തെളിയിച്ചിരിക്കുന്നു. അണയാതെ കത്തുന്ന ദീപം നോക്കിയൊന്ന് കൈ തൊഴുതുകൊണ്ടവൾ അതർവിനെ ആര്യനെയും ഒരു നോട്ടം കൊണ്ടുപോലും ഗവനിക്കാതെ ധൃതിയിൽ അടുക്കളയിലേക്ക് ചെന്നു. അവിടെയായിരുന്നു ഇന്ദിരയുള്ളത്. അമ്മേ, ഞാൻ ഞാൻ വിളക്ക് വെക്കാൻ വരാൻ മറന്നുപോയി. ശ്രീനന്ദ ഒരു ചെറുവിക്കലോടെ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. അതിന് കുഴപ്പമൊന്നുമില്ല മോളെ. ദാ ഭവാനിയമ്മ വിളക്കൊക്കെ വെച്ചു. നിങ്ങളല്ലേലും താമസല്ലേ ഇന്ന് വന്നത്. പിന്നെ കുട്ടിക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടാകുമെന്ന് ഞാൻ കരുതി. അതല്ല, ഇത്ര വേഗം പഠിച്ചു കഴിഞ്ഞോ? പെട്ടെന്ന് ഇന്ദിര ചോദിച്ചപ്പോൾ എന്തു പറയണമെന്നറിയാതെ നിന്നുപോയി ശ്രീനന്ദ. വന്നിട്ട് ഇത്രയും നേരമായിട്ടും താൻ ഇതുവരെ ബുക്ക് പോലും തുറന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം അവൾക്കല്ലേ അറിയൂ. അത് ഞാൻ ഞാൻ കുളിച്ചിറങ്ങിയപ്പോൾ അവൾ എന്തൊക്കെയോ പറഞ്ഞൊപ്പിക്കാൻ ശ്രമിച്ചു. ഇന്ദിരയ്ക്കും മനസ്സിലായി അവളുടെ മനസ്സിൽ മറ്റെന്തൊക്കെയോ ഉണ്ടെന്ന്. സാരില്ല, മോള് ചെന്ന് സമാധാനമായിട്ട് കുറച്ച് സമയം ഇരുന്ന് പഠിക്ക്. ശരിയമ്മേ. അതും പറഞ്ഞുകൊണ്ട് ശ്രീനന്ദ നേരെ മുകളിലേക്ക് ചെന്നു. ബുക്ക് തുറന്നു വെച്ച് ഏറെ നേരം ഇരുന്നെങ്കിലും അവൾക്കൊന്നും തലയിൽ കയറുന്നുണ്ടായിരുന്നില്ല. മനസ്സ് കൈപ്പിടിയിൽ നിന്ന് അകന്നു പോകും പോലെ ഒരു തോന്നൽ. അപ്പോഴാണ് മേശയുടെ പുറത്തിരിക്കുന്ന അതർവ് വാങ്ങിയ ഫോണിന്റെ കവർ അവളുടെ കണ്ണിലുടക്കിയത്. ഇത്രയും നേരമായിട്ടും താൻ അതൊന്ന് തുറന്നുപോലും നോക്കിയില്ലല്ലോ എന്ന് ചിന്തിച്ചതും ശ്രീനന്ദയുടെ കൈകൾ യാന്ത്രികമായി അവിടേക്ക് നീണ്ടു. ഫോൺ വാങ്ങിയ സമയം തന്നെ സിമ്മും അവരതിൽ ഇട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അവൾ പതിയെ ഫോണെടുത്ത് ഓരോ ഓപ്ഷൻസ് നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ പതിയെ കോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് സ്വയം പഠിച്ചു. ആദ്യം വിളിച്ചത് പാർവതിയാണ്. മറ്റാരുടെയും നമ്പർ അവൾക്കറിയില്ല. കാണാപ്പാഠം പഠിച്ചു വെച്ച പാർവതിയുടെ നമ്പർ ഡയൽ ചെയ്ത് പാർവതിയെ കോൾ ചെയ്തു. ഏറെ നേരം ബെല്ലടിച്ച ശേഷമാണ് പാർവതി ഫോൺ എടുത്തത്. ഹലോ, ഇതാരാണ്? അല്പം ഗൗരവമുള്ള പാർവതിയുടെ ശബ്ദം. ആദ്യം അവളെ ഒന്ന് പറ്റിക്കണമെന്ന് ശ്രീനന്ദയ്ക്ക് തോന്നിയെങ്കിൽ പോലും തന്റെ ശബ്ദം അവൾ തിരിച്ചറിയുന്നു മനസ്സിലാക്കിയതും അവൾ ആ ശ്രമം ഉപേക്ഷിച്ചു. ഹലോ പാറു, ഇത് ഞാനാ. ശ്രീയ? ആ,
എന്തൊക്കെയുണ്ട് ശ്രീ വിശേഷം? കോളേജിൽ എങ്ങനെയുണ്ടായിരുന്നു? പാർവതി ചോദ്യങ്ങൾ ഒന്നൊന്നായി ചോദിച്ചു. അതൊക്കെ പോട്ടെ, ഇത് ആരുടെ നമ്പറാ? ഇന്നലെ വിളിച്ചത് നിന്റെ ഹസ്ബൻഡിന്റെ നമ്പറിൽ നിന്നല്ലേ? ഇത് വേറെ നമ്പറാണല്ലോ. പാറു, എനിക്ക് പുതിയ ഫോൺ വാങ്ങി. ശ്രീനന്ദ അത്യധികം സന്തോഷത്തോടെ പറഞ്ഞതും പാർവതി വിശ്വാസം വരാത്ത പോലെ നിന്നുപോയി. ആഹാ, ഫോണൊക്കെ വാങ്ങിയോ? ആര് വാങ്ങി തന്നു? നിന്റെ ഹസ്ബൻഡാണോ? അടക്കി പിടിച്ച സ്വരത്തോടെ പാർവതി ചോദിച്ചു. അതെ, അതെന്തായാലും നന്നായി ശ്രീ. എപ്പോഴാണെങ്കിലും ഒരു ഫോൺ അത്യാവശ്യമാണ്. ഇതിപ്പോ ഞാൻ വരാത്ത ദിവസങ്ങളിലാണെങ്കിൽ നിനക്ക് ആരെയും ആശ്രയിക്കാതെ വീട്ടിലേക്ക് വിളിക്കാനോ അങ്ങനെ എന്തിനെങ്കിലുമൊക്കെ ഒരു ഫോൺ ഉണ്ടെങ്കിൽ നല്ല ഉപകാരമാകും. അതുമാത്രമല്ല, ഇപ്പോൾ ഒരുപാട് നോട്ട്സ് കോളേജിന്റെ ഗ്രൂപ്പിലേക്കാ ടീച്ചേഴ്സ് ഷെയർ ചെയ്യുന്നത്. അതൊക്കെ നിനക്ക് കിട്ടണമെങ്കിൽ ഒരു ഫോണുള്ളത് തന്നെയാ നല്ലത്, പാർവതി പറഞ്ഞു. പക്ഷേ ഫോണുണ്ടെന്നേ ഉള്ളൂ. എനിക്കിതൊന്നും മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ കൂടി അറിയില്ല. അതിനിപ്പോ എന്താ? 2 ദിവസം കൂടി കഴിയുമ്പോൾ ഞാൻ കോളേജിൽ വന്ന് തുടങ്ങും. ഫ്രീ ടൈമിൽ ഞാൻ പഠിപ്പിച്ചു തരാം. ഫോണിന്റെ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. പാർവതി പറഞ്ഞതും ശ്രീനന്ദ ഒരു മൂളലോടെ തന്നെ അവളെ കേട്ടു നിന്നു. തുടരും. കഥ വായിച്ചിട്ട് ഇഷ്ടമാണെങ്കിൽ അഭിപ്രായം പറയാൻ മറക്കല്ലേ.